ഇന്നത്തെ പ്രഭാതം നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തുടങ്ങുന്നത് കേട്ടോ. വിളക്ക് കത്തിക്കുക, കണ്ടോ. പിന്നെ നമ്മൾ ചായ വെക്കും പോയിട്ട്. അതിനടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കൃഷ്ണൻ്റെ അടുത്ത് ഒരു ഗണപതിയുണ്ട്. പിന്നെ കൃഷ്ണൻ്റെ ഒരു കുഞ്ഞു രൂപം കൂടിയുണ്ട് കേട്ടോ അവിടെ. പിന്നെ വിളക്ക് ഇതാണ്. ഇനി നമ്മൾ ചായ വെക്കാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മുട്ടയപ്പം ഉണ്ടാക്കാം കേട്ടോ. അത് മുട്ടപ്പത്തിരി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായിട്ട് ഒന്നുകൂടെ ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ തവി എടുത്ത് ഇങ്ങനെ ഒഴിച്ചാൽ മതി. അധികം പരത്തണ്ട, അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം നിറച്ച് കൊമ്പള വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മൂടി വെക്കാം. മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞില്ലല്ലോ അല്ലേ. ഒരു ഗ്ലാസ് മൈദ, ഇതിപ്പോൾ ഒരു ഗ്ലാസ്സിലും കൂടുതലുണ്ട്. ഒരു ഗ്ലാസ് മൈദ, കുറച്ച് പഞ്ചസാര, മധുരം വേണ്ടവർക്ക് ഇട്ടാൽ മതി കേട്ടോ. ഒരു നുള്ളു ഉപ്പ്, പിന്നെ തേങ്ങ, അത് തേങ്ങയും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. തേങ്ങ, ഒരു മുട്ട, കുറച്ച് സോഡാപ്പൊടി, എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പരുവത്തില്ലേ നമ്മൾ ദോശമാവിൻ്റെ കണ്ടോ ഈ പരുവത്തിൽ നമ്മളത് കലക്കി വെക്കുക. ഒരു 10-15 മിനിറ്റോളം ഇരിക്കട്ടെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കോരി ഇങ്ങനെ അടുപ്പത്തേക്ക് ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കറി വേണ്ട. മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി മുരിഞ്ഞു പോയ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് അത്ര മുരിയേണ്ട കാര്യമില്ല അത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. സിമ്പിളാണ് സംഭവം. പിടിക്കുന്നുള്ള പേടി വേണ്ട, ഒന്നും വേണ്ട. നല്ല സൂപ്പറായിട്ട് സംഭവം വെന്തും കിട്ടും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വലുതായിട്ട് പരത്തി കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് മുകളിൽ മാത്രം ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇന്നിനിപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇന്നലെ എൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതുകൊണ്ട് എനിക്ക് തിരക്കായിരുന്നു. ലൈവിലൊന്നും പോകാൻ പറ്റിയില്ല ഇന്നലെ. അപ്പോൾ ഇന്നിപ്പോൾ 5 മണിക്ക് ഇരിക്കാനല്ല, 4:45 കഴിയുമ്പോഴത്തേക്ക് ഇരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ ബലം കേട്ടോ. പിന്നെ വേറെന്താ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ തന്നെ നിർത്തും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പരിപാടി ഇതോടുകൂടി അവസാനിച്ചപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുവാണ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്.